ജയം ഇതിനകത്ത് സംഭവിക്കട്ടെ. ഒന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാമോ? നന്നായിട്ട്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കേ. ഇതൊരു ഹിംസ്രജീവി അല്ലാതിരിക്കെ ഇതിനെ എന്തിനു ബന്ധിച്ചു? മറുപടി ഞാൻ പറയാം. ഇതിനെക്കുറിച്ച് ഒരു ദൈവിക പദ്ധതി ഉള്ളത് കൊണ്ടാണ്. സിയോൻ പുത്രിയുടെ രാജാവ് കഴുതമേൽ വരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വാക്ക് ചോദിക്കട്ടെ, ഇതിനെ അങ്ങ് അഴിച്ചുവിട്ടാൽ വല്ലവരും ഒക്കെ കയറും. ഇതിനെ അങ്ങ് സ്വതന്ത്രമാക്കി വിട്ടാൽ നാട്ടുകാർ മുഴുവൻ കയറും. സ്തോത്രം ചെയ്യേ. എന്തോ ഈ പകലിൽ ആരോടോ ദൈവാത്മാ പറയുന്നു, ഞാൻ ആർക്കും പ്രശ്നം വരുത്തുന്നില്ല, ഞാനൊരു കുഴപ്പക്കാരനല്ല, ഞാനൊരു കുഴപ്പക്കാരിയല്ല. എന്നിട്ട് എന്താ എനിക്ക് ഈ ബന്ധന? നീ ഭാരപ്പെടേണ്ട കുഞ്ഞേ. നിന്നെ ദൈവം തന്റെ പദ്ധതിക്കായി റിസർവ് ചെയ്തിരിക്കുകയാ. ദൈവത്തിന്റെ പദ്ധതിക്കായി നീ മാറ്റിവെക്കപ്പെട്ടവളാണ്. പറയുന്നേ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളവനാ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞെ? ദൈവം നിന്നെ റിസർവ് ചെയ്തതാ. നീ ആമേ. ആകാശത്തിന് കീഴിൽ സകലത്തിന് സമയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ സമയം വരുമ്പോൾ അവൻ നിന്നെ അഴിക്കേണ്ട അളവിൽ അഴിച്ചിരിക്കും. അവൻ നിന്നെ പുറത്തു കൊണ്ടുവരേണ്ട അളവിൽ പുറത്തു കൊണ്ടുവന്നിരിക്കും. അവൻ നിന്നെ വിടുവിക്കേണ്ട അളവിൽ വിടുവിച്ചിരിക്കും. ഈ പകലിൽ നീ സ്തോത്രം ചെയ്യാൻ തയ്യാറാണ്. സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്നവന്റെ കര ഈ പകൽ ചലിക്കപ്പെടുകയാ. നീ ഒരു നിർദോഷിയാ, നീ നിഷ്കളങ്കയാ. എന്നിട്ട് ചില ബന്ധനങ്ങൾ, പോരാട്ടങ്ങൾ പിന്തുടരുമ്പോ ഈ പകൽ നീ കേട്ടോ, ദൈവത്തിന്റെ സമയത്ത് അവൻ നിന്നെ വിടുവിച്ചിരിക്കും, അവൻ നിന്നെ ഉദ്ധരിച്ചിരിക്കും, അവന്റെ പദ്ധതി നിന്നിൽ നിവർത്തിച്ചിരിക്കും. ഉറപ്പ് പ്രാപിച്ചവർ ആ കരമുയർത്തി ആമേൻ പറയട്ടെ. സ്തോത്രം. ഇത് റിസർവ് ചെയ്ത കർത്താവിന് വേണ്ടി, സിയോൻ പുത്രിയുടെ രാജാവിന് വേണ്ടി റിസർവ് ചെയ്ത കഴുതയാ. ആമേൻ പറ. ആമേ. ഇത് ഈ കാലഘട്ടത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, ഇത് ഈ കാലഘട്ടത്തിന്റെ ദൈവപ്രവർത്തിക്ക് വേണ്ടി റിസർവ് ചെയ്ത കഴുതയാ. ഒന്ന് സ്തോത്രം ചെയ്യണം ഈ പകലിൽ. ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ പകൽ ഇടപെടുകയാ. കുഞ്ഞെ, ഇത് ബന്ധനമല്ല. ഈ കാലഘട്ടത്തിൽ ഇതുവരെ ആരും വഹിക്കാത്ത അളവിൽ ദൈവ സാന്നിധ്യം വഹിക്കുന്ന, ഈ തലമുറയിൽ ഇതുവരെ ആരും ചുമക്കാത്ത അളവിൽ ക്രിസ്തുവിനെ ചുമക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തല ദൈവത്തിന്റെ മേൽ പകരാൻ താല്പര്യപ്പെടുകയാ. ദൈവശക്തിയെ ഏറ്റെടുത്ത ഈ പകൽ സ്തോത്രം ചെയ്യുക. ദൈവാത്മാവാരോടൊക്കെ ഈ പകൽ അക്കമിട്ട് പറയുന്നു, ഇതുവരെ ആരും വഹിക്കാത്ത അളവിൽ, ആരും ചുമക്കാത്ത അളവിൽ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിനക്കൊരു യാത്ര, നിനക്കൊരു ശുശ്രൂഷ, നിനക്കൊരു പോക്കുവരവ് ദൈവാത്മാവ് കൈമാറുമ്പോ ഈ പകൽ തലമുറകൾ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകാം. പത്രോസ് വഹിക്കാത്ത, യോഹന്നാൻ വഹിക്കാത്ത ഒന്ന് തമ്പുരാൻ നിന്റെ മേൽ പകരാൻ താല്പര്യപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം.
നമ്മൾ ആ ഭാഗത്തു നിന്ന് ഒന്ന് രണ്ട് ചിന്ത പറഞ്ഞിട്ട് ഞാൻ ഓടാം. യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് യോഹന്നാനും ആവശ്യം, കഴുതയും ആവശ്യമാണ്. യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് പത്രോസും ആവശ്യമാണ്, കഴുതയും ആവശ്യമാണ്. രാമ കഴുത ചുമക്കേണ്ടടുത്ത് കഴുത ചുമന്നേ പറ്റൂ. സ്തോത്രം ചെയ്യണേ. 3.5 വർഷത്തിന്റെ ആരംഭങ്ങളിൽ കർത്താവ് പത്രോസിനെ തിരഞ്ഞെടുത്തെങ്കിൽ, യോഹന്നാനെ തിരഞ്ഞെടുത്തെങ്കിൽ, അന്ത്രയോസിനെ തിരഞ്ഞെടുത്തെങ്കിൽ, ആമേൻ പറയണം. ദേണ്ട യെരുശലേമിലേക്കുള്ള പോക്കിന് യോഹന്നാനെ പറ്റത്തില്ല. യെരുശലേമിലേക്കുള്ള രാജകീയ യാത്രയ്ക്ക് പത്രോസിനെ പറ്റത്തില്ല. അതിന് പറ്റി ഒരുത്തനായി സ്തോത്രം ചെയ്തോണം. പത്രോസിന് യഹൂദന്മാരുടെ ഇടയിൽ ആ ശുശ്രൂഷയെങ്കിൽ പൗലോസിന് ജാതികളുടെ ഇടയിലാ. ഇന്ന് പകൽ ആരോടോ ദൈവാത്മാവ് സംസാരിക്കുകയാ. ആമേ, ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ മിനിസ്ട്രിയുടെ കളം വെളിപ്പെടാൻ പോകുകയാ. ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ മിനിസ്ട്രിയുടെ സ്കെച്ച് വീഴാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേലും വഹിക്കപ്പെടുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വരുന്ന സമയമെടുത്തെന്ന പരിശുദ്ധയാത്മാവ് ദൂത് പറയുകയാ. സ്തോത്രം. അതുവരെ ആരും വഹിക്കാത്ത ഒന്ന് വഹിക്കാൻ, അതുവരെ ആരും ചുമക്കാത്ത ഒന്ന് ചുമക്കാൻ. ആമേൻ പറയണം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കഴുതയുടെ പാരമ്പര്യത്തിൽ ഒരു കഴുതയ്ക്കും കിട്ടാത്ത ഭാഗ്യം. സ്തോത്രമൊക്കെ ചെയ്യുന്നേ. കഴുതയുടെ കുടുംബചരിത്രത്തിൽ ഒരു കഴുതയ്ക്കും കിട്ടാത്ത മഹാഭാഗ്യം ഇന്ന് പകൽ ആരോടോ പറയുന്നു, കുഞ്ഞേ, നിന്റെ കുടുംബക്കാർക്ക് ആർക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യം ദൈവം നിനക്ക് കൈമാറാൻ പോകുകയാ. ഓ ശൈതാരകൽമന, നിന്റെ കുടുംബക്കാർക്ക് ആർക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യം ദൈവം നിനക്ക് കൈമാറാൻ പോകുകയാ. നീ ഒരു വിശേഷതയുള്ളവനായി മാറാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു വിശേഷതയുള്ളവനായി മാറാൻ. ഉടമന രഗന ജഗന ശതുരാമനാധിയ പ്രൗഢമാന സംഭവമനാധിയ വേദകരകൽമന ധൂമൽമനാധിയ. Yes. ദൈവാത്മാവ് ഇന്ന് പകൽ പുറകിൽ ആ കണ്ണാടി ഊരി അച്ചായനോട് പറയുന്നു, നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ഒരു മഹാഭാഗ്യവും വിശേഷതയും ഞാൻ നിനക്ക് തന്ന് നിന്നെ ഉയർത്തുന്ന നാളുകൾ മുന്നിലുണ്ടെന്ന് നീ അറിഞ്ഞുകൊള്ളുക. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ നിന്നെ വ്യത്യസ്തനാക്കും. കാലേബോ വേറൊരു സ്വഭാവമുള്ളവനെന്ന പോലെ നിന്നെ നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ മറ്റുള്ളവർക്കില്ലാത്ത വിശേഷതകൾ നൽകി, മറ്റുള്ളവർക്കില്ലാത്ത വിശേഷ ആദരവുകൾ നൽകി ഞാൻ നിന്നെ ഉയർത്തുന്ന കാലങ്ങൾ മുന്നിലുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുകയാ. ദൈവാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, ദാവീദിന്റെ കുടുംബത്തിൽ അവനെ ആദരിച്ച ദൈവം, അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞവനെ ആദരിച്ച ദൈവം നിനക്ക് വേണ്ടി ചലിക്കപ്പെടുമെന്ന് ഈ പകൽ ദൈവാത്മാവ് ആലോചന പറയുകയോ. ഒന്ന് കരമുയർത്തി പിടിച്ച് ശക്തിയോടെ സ്തോത്രം പറ. ശ്രദ്ധിക്കേ, ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ അവിടെ പറയാം. ഈ കഴുതയെ അഴിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അഴിക്കുമ്പം ചോദിക്കും. അഴിക്കുമ്പം ചോദിക്കും. കാരണം ബന്ധിച്ചിട്ടവർക്ക് ഇത് അഴിക്കപ്പെടുന്നത് കാണുമ്പം പ്രയാസമാണ്. എൻ്റെ ഭാഷ, ഇതുവരെ ഇത് ബന്ധിക്കപ്പെട്ടിട്ട് ആരും ചോദിച്ചിട്ടില്ല എന്താ നിനക്ക് വിടുതലില്ലാത്തെന്ന്. ഒരു മതവും ചോദിച്ചിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല. എന്ന വിടുതൽ നടന്നപ്പോൾ ചോദിക്കാൻ ആളുണ്ട്. ഇന്നു പകൽ കേൾക്ക, നിന്റെ ദേശം നിന്റെ വിടുതലിന് അനുകൂലമല്ല. നിന്റെ ചുറ്റുപാടുകൾ നീ വിടുവിക്കപ്പെടുന്നതിന് അനുകൂലമല്ല. ഉടാമന ശൈതാരകൽമന, നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ വിടുതലിന് അനുകൂലമല്ല. എന്നാൽ വിടുവിക്കാൻ തമ്പുരാൻ തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും നിന്റെ വിടുതലുകളെ തടയുവാൻ കഴിയത്തില്ല. ഉറപ്പ് പ്രാപിച്ചവർ ആ കരമെന്നുയർത്തിയ
വെളുക്കച്ചിരിക്കുന്നവരെല്ലാം അനുകൂലമല്ലെന്ന് പഠിക്കണം. പുറം പല്ലുകൊണ്ട് ചിരിച്ചിട്ട് അകം പല്ലുകൊണ്ട് ഞറുമുന്നവരുണ്ട്. സ്തോത്രം ചെയ്യേ. ക്ലോസപ്പിന്റെ പരസ്യം പോലെ ചിരിക്കുന്നവരെയും ഹായ് പറയുന്നവരെയും കാണുമ്പോൾ നീ ഓർക്കരുത് എല്ലാവരും അനുകൂലമാണെന്ന്. ഒരു ആമേൻ പറ. നീ വിടുവിക്കപ്പെടുന്നതിൽ പലർക്കും സന്തോഷമില്ല. സ്തോത്ര. നീ ബന്ധിക്കപ്പെട്ട് എന്നും കിടക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരുണ്ട്. നിന്റെ തലമുറ എന്നും നട്ടം തിരിയുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരുണ്ട്. നീ ഉയരുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. എന്നാൽ ഇന്നു പകൽ നീ കേൾക്ക്, നിന്നെ വിടുവിക്കാൻ ദൈവം തീരുമാനിച്ച, നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ ദൈവം തീരുമാനിച്ച, നിന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കാൻ ദൈവം തീരുമാനിച്ച ഒരു ശക്തിക്കും അത് തടയാൻ സാധ്യമല്ല. തിരിച്ചറിയുന്നവർ കരമടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യാ. ഈ ദൂത് ഇവിടെ വെളിപ്പെടുമ്പോൾ തന്നെ ദേശത്ത് നീ പാർക്കുന്ന ഇടങ്ങളിൽ ദൈവിക വിടുതലുകൾ വ്യാപരിക്കപ്പെടുകയോ. ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന, നന്മകൾക്ക് തടസ്സം നിൽക്കുന്ന, വിടുതലുകൾക്ക് തടസ്സം നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ ഈ പകൽ ജയം. സ്തോത്രം. എനിക്ക് ആ ഭാഗം വായിച്ചിട്ട് ഭയങ്കര സങ്കടം തോന്നി. എടാ, തള്ളയും മോനും ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഒരു വേള പോലും ആരും വന്ന് ചോദിച്ചിട്ടില്ല, എൻ്റെ പൊന്നു കുഞ്ഞമ്മേ നിനക്കൊരു വഴി. പക്ഷെ അങ്ങേപ്പുറത്തുനിന്നൊരുത്തം വിടുതലുമായി വരുമ്പം സ്തോത്രം, എന്തിനാ അഴിക്കുന്നെന്ന് ചോദിക്കാൻ ആളുണ്ടില്ലേ? എന്നാൽ ചോദിക്കുന്നവനെ തടയാനുള്ള അധികാരവുമുണ്ട്. ഒരാമേൻ. ഈ പകലിൽ ഈ വചനം ഇവിടെ വെളിപ്പെടുമ്പോൾ തന്നെ നാളുകളായി നിന്റെ വിടുതലുകൾക്ക് തടസ്സം നിൽക്കുന്ന ചില മേഖലകൾ ഈ പകൽ പൊളിയപ്പെടും. കേൾക്കാവൂ. ആമേൻ. സ്തോത്രം പറയുന്നുണ്ടെങ്കിൽ ഒരു ആവേശം ഉൾക്കൊള്ളണം. ആമേൻ. എന്നോട് കർത്താവ് ഈ പകൽ പറയാൻ പറയുന്നു, നാളുകളായി നിന്റെ വിടുതലുകളെ തടഞ്ഞ, നിന്റെ തലമുറകളുടെ വിടുതലിനെ തടഞ്ഞ അന്ധകാര ശക്തികളുടെ മേൽ ഈ വചനത്തിന്റെ ശക്തിയോ ഈ പകൽ ഒരു ജയം സംഭവിക്കപ്പെടുകയോ. അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഗുരുവിന് ആവശ്യമുണ്ടെന്ന് പറയാൻ അധികാരം തന്നവന്റെ കരോ ഈ പകൽ ചലിക്കപ്പെടുകയോ. വൈഡാമാന ശൈതാമാന ധൂമാമാന ശൈതാമാന അർത്ഥാരഗാമന ശൈതാരഗൽമന ഉദവനാരഗന ജഗന ശൈതേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ശ്രദ്ധിക്ക. കഴുതയെ അഴിപ്പിച്ചു. കഴുതമേലവൻ കയറി, വിരിപ്പുകൾ വിതറി. ഇതുവരെ സർക്കിള് വരച്ച കഴുത ഇപ്പോൾ നേർരേഖയിൽ ഓടാൻ തുടങ്ങി. ഒരു ആമേൻ പറ. ഇതുവരെ സർക്കിള് സർക്കിള് വരയ്ക്കാനേ ആ കഴുതയ്ക്ക് അറിയൂ. ആമേൻ. പക്ഷെ ഇപ്പോഴത് നേർരേഖ വരയ്ക്കാൻ തുടങ്ങി. മുന്നോട്ട് വഴികൾ തുറക്കപ്പെടാൻ തുടങ്ങി. വിരിപ്പുകൾ വീഴാൻ തുടങ്ങി. ഞാൻ ചിലപ്പോൾ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നിറയാറുണ്ട്. കാരണം കർത്താവ് നീ ഞങ്ങൾക്ക് നൽകുന്ന മാന്യത എത്രയോ ശ്രേഷ്ഠമാണ്. ഒരാമേൻ പറയണം. കർത്താവ് നീ എന്നിൽ വാഹനമേറിയതിൻ്റെ നന്മയാണ് ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്നത് എന്ന് ഉറപ്പോടെ പറയാൻ കഴിയും. മേത്തരമായ നന്മകളുടെ വഴികളിലൂടെ ഓടുമ്പോൾ, ശുശ്രൂഷകളുടെ ശ്രേഷ്ഠമായ പദവികളിലെത്തുമ്പോൾ, ദൈവമേ നീ എൻ്റെ മേൽ വാഹനമേറിയതിന്റെ നന്മയാണ് ഇതെന്ന് പറഞ്ഞു സ്തോത്രം ചെയ്യാൻ, ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്ക് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഉദാരകൽമന. ഞാൻ എന്തിനാ ഇത് ഇച്ചിരി പറഞ്ഞു പോകുന്നെന്നറിയാമോ? പഴയത് മറക്കുന്നവരാ പെന്തക്കോസ്തുകാർ. ഒരാമേൻ പറയണം. നടത്തിയ വഴികളെ നീ മറക്കരുത്. കൊണ്ടുവന്ന വിധങ്ങൾ നീ മറക്കരുത്. എൻ്റെ പൊന്നു ഷിജുപാസെ, മേത്തരമായ ആഹാരങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ, മേത്തരമായ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, മേത്തരമായ ഇടങ്ങളിൽ പാർക്കുമ്പോൾ, ഒരർഹതയും ഇല്ലാത്ത ഇടങ്ങളിൽ കയറി ചെല്ലാൻ ഭാഗ്യമുണ്ടായപ്പോൾ ഒറ്റ വാക്കേ പറയാനുള്ളൂ, ദൈവമേ നീ എൻ്റെ മേൽ വാഹനമേറിയതിൻ്റെ നന്മയാണ് ഞാൻ. സ്തോത്രം. ഇത് നിന്റെ മിടുക്ക് കൊണ്ടുണ്ടായതല്ല, ഇത് നിന്റെ ബലം കൊണ്ടുണ്ടായതല്ല, മഹാദൈവത്തിന്റെ കരുണയാ വെളിപ്പെട്ട നന്മയാണെന്ന് ഓർത്ത് ഈ പകൽ സ്തോത്രം ചെയ്യാ. ഉദാരകനോ ജഗനോ അർത്ഥാരകനോ ജഗനോ
യെരൂശലേമിലെത്തി അകത്ത് കയറി വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. സ്തോത്രം. ഞാൻ ഒരിക്കൽ ഇവിടെ പ്രസംഗിച്ചത് കർത്താവിൻ്റെ ആലയ പ്രവേശനം. നിങ്ങൾ മറന്നോന്ന് എനിക്കറിയില്ല. ആമേൻ. കർത്താവിൻ്റെ ആലയ പ്രവേശനം, യേശു കർത്താവിൻ്റെ ആലയ പ്രവേശനത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ ഉദ്ദേശമുണ്ട്. സ്തോത്രം. യേശു കർത്താവിൻ്റെ ആലയ പ്രവേശനം തന്നെ ഒരു മെസ്സേജാണ്. ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ കർത്താവ് ആലയത്തിനകത്തു കയറി വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും പുറത്താക്കി. ഒരു ആമേൻ പറഞ്ഞാട്ടെ. പൊൻവാണിപ്പക്കാരുടെ മേശകളെ മറിച്ചു, പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെ മറിച്ചിട്ടു. ആമേൻ. എന്നിട്ട് താൻ അരുളി ചെയ്തു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. ഒന്ന് കരമുയർത്തിയൊരു ആമേൻ. ആമേൻ. പൗരുഷമായ വാക്കുകളാണെങ്കിൽ സ്തോത്രം പറയാതിരിക്കരുത്. ഹല്ലേലൂയ. അവൻ ഈ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. ഞാൻ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു. അതെന്നെ കർത്താവ്, കച്ചവടക്കാരെ പുറത്താക്കിയ പോരെ, വാങ്ങുന്നവരെ എന്തിനാ പുറത്താക്കിയേ? കർത്താവ് പറഞ്ഞ മറുപടി പറയാം. വാങ്ങുന്നവരുള്ളത് കൊണ്ടാ വിൽപ്പനക്കാർ സ്ഥിരപ്പെട്ടെ. സ്തോത്രം. ഇവിടെ പാളയം സഭയുടെ മുമ്പിൽ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഇവിടെ വാങ്ങാൻ ആളുണ്ടെങ്കിലേ അവൻ അവിടെ സ്ഥിരപ്പെടത്തുള്ളൂ. ആമേൻ. ഒരുത്തൻ കുറ്റം പറഞ്ഞുകൊണ്ട് വരുമ്പോ കേൾക്കാൻ ആളുള്ളത് കൊണ്ട് അവൻ വീണ്ടും പറയും. മനസ്സിലായില്ല? ഒരുവൻ കൂട്ടുകെട്ടുണ്ടാക്കാൻ വരുമ്പോൾ കൈ കൊടുക്കാൻ ആളുള്ളത് കൊണ്ട് അവന്റെ കൂട്ടുകെട്ട് ബലം. ഒന്ന് സ്തോത്രം ചെയ്യ. അവൻ ഇട്ടുകൊടുക്കാൻ സീറ്റുള്ളത് കൊണ്ട് അവൻ ഇരിക്കുന്നേ. പക്ഷെ ഈ 7-ാം പകലിൽ ദൈവം പറയുന്നു, ഞാൻ ചിലതിനെ പുറത്താക്കാൻ പോകയാ. ദൈവികമല്ലാതെ വന്നു കയറിയ പലതിനെയോ തമ്പുരാൻ പുറത്താക്കുന്ന പകലായത് ഉറപ്പ് പ്രാപിച്ചവർ കരമടിച്ചൊരാമേൻ പറ. സ്തോത്രം. ശ്രദ്ധിക്കണം. തൈലക്കാരൻ്റെ തൈലം നാറാൻ ഒരു ചത്ത ഈച്ച മതി. 1000 തൊള്ളി മീൻ തൊള്ളി തേൻ തൊള്ളിക്കകത്തൊരു മീൻ തൊള്ളി വീണാ മതി. ഒരു ആമേൻ പറഞ്ഞാട്ടെ. കപ്പല് വലുതാണെങ്കിൽ ഒരു ചെറിയ സുഷിരം മതി അതിനെ താക്കാൻ. സ്തോത്രം ചെയ്യേ. ചിലര് ഈച്ച വീണപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഇത് ചീയുമോ? സ്തോത്രം ചെയ്യണം. തൈലക്കാരുടെ തൈലക്കകത്ത് ചത്ത ഈച്ച വീണപ്പം പരീക്ഷിച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട ബ്രദറെ. അതിനെ ആ ചിറകെ പിടിച്ചങ്ങ് എടുത്തു കളഞ്ഞാ മതി. ഒരാമേ. അല്ലെങ്കിൽ ഈച്ച ശുദ്ധമാകയില്ല, തൈലം കേടാകും. എന്തോ കർത്താവ് പറയുന്നു, ഈ പകലിൽ ചില ഈച്ചകളെ പുറത്താക്കുന്ന ദൈവകരോ ദൈവസഭയുടെ പരിശുദ്ധിയെ തകർക്കാൻ കടന്നു കയറിയ ചില എടുത്തു പുറത്തു കളയുന്നവന്റെ കര ഈ പകൽ ഇതിനകത്ത് ചലിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഒരാമേൻ പറയണം. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തു പറ, ഈച്ച എടുത്തു കളയണം. ചത്ത ഈച്ച എടുത്ത് കളയണം. ഒരാമേൻ പറ. സ്തോത്രം. ഈ കച്ചവടക്കാർ ഇതിനകത്ത് സ്ഥിരപ്പെട്ടത് വാങ്ങാൻ ആളുള്ളത് കൊണ്ടാ. കർത്താവ് രണ്ടിനെയും പുറത്താക്കി. ഒരു ഗുണം പറയാം. പുറത്തു പോകേണ്ടത് പുറത്തു പോയപ്പോൾ പുറത്തു നിന്ന കുരുടരകത്തു കയറി. സ്തോത്രം ചെയ്യണം. പുറത്തു പോകേണ്ടവർ പുറത്തു പോയപ്പോൾ പുറത്തു നിന്ന ചെകിടരകത്തു കയറി. പുറത്തു പോകേണ്ടത് പുറത്തു പോയാൽ അകത്തു വരേണ്ടത് അകത്തു വരും. പുറത്തു പോകേണ്ടത് പുറത്തു പോയാ അകത്തു വരേണ്ടതൊക്കെ അകത്തു വരും. കൃപ പ്രാപിച്ച ദൈവമക്കൾ അതരങ്ങൾ തുറന്ന ആത്മാവിൽ സ്തോത്രം. എത്ര പേർക്ക് കരം ഉയർത്തിപ്പിടിച്ചു ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങൾ പാസ്റ്റർമാർ, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ഞാൻ പറയാം. ആരെയും ഒരാളെ പോലും കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഉള്ളതിനെ ഒന്നും കുടിയനാണേലും ഇരുന്നോട്ടെ. നല്ല സ്തോത്രം പറഞ്ഞോണം. ഈ പ്രവണതകൾ സഭയിൽ വർദ്ധിച്ചതോടുകൂടെ ആത്മാക്കളുടെ വരവും മുടങ്ങി. ആമേൻ.
ഈ പ്രവണതകൾ സഭയിൽ ചലിക്കാൻ തുടങ്ങിയതോടുകൂടെ സഭയുടെ ആത്മമണ്ഡലത്തിൽ തടസ്സങ്ങൾ കയറി. എന്നാൽ ഞാൻ പക്വതയുള്ള പാളയം സഭയിൽ ശുശ്രൂഷിക്കുന്നെന്ന് എനിക്കറിയാം. ഇന്ന് പകൽ ഈ ദൂതിന് ആമേൻ പറയാൻ കരുത്തുള്ളവർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. നമ്മളിവിടെ കഞ്ഞിയും കറി കളിക്കാൻ കൂടിയവരല്ല. സ്തോത്രം ചെയ്യുന്നേ. നമ്മളിവിടെ സ്തോത്ര കാഴ്ച പിരിക്കാൻ കൂടിയവരല്ല. നമ്മളിവിടെ കഞ്ഞിയും കറി കളിക്കാൻ കൂടിയവരല്ല. നമ്മളിവിടെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ കൂടിയവരാ. ദൈവത്തെ ആരാധിക്കാൻ വന്നവരാ. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പോ കൃപ ലഭിച്ച ദൈവമക്കളെ ഈ പകൽ ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ഇവരെന്താ വിറ്റത്? ഇവരെന്താ വാങ്ങി? ഒന്ന് രണ്ട് വാക്ക് പറയണമല്ലോ. ഇസ്രായേലിന്റെ ചരിത്രം അനുസരിച്ച്, അവരുടെ പ്രമാണം അനുസരിച്ച് ആരാധിക്കാൻ വരുന്നവൻ ഒന്നുകിൽ നേരിയ മാവ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ കാളെ കൊണ്ടുവരണം, ഇല്ലേ പ്രാവിനെ. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഒരു ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. പക്ഷേ കുറേയൊക്കെ അങ്ങോട്ട് പുരോഗമനമായപ്പോൾ കാള കയറാതായി. മനസ്സിലായില്ല? മിണ്ടുന്നില്ല. കാറ് കിട്ടിയപ്പം കാറെ കയറുന്നില്ല. അല്ല, കാറെ കയറ്റുന്നില്ല. സ്തോത്രം. അപ്പൊ അച്ചായനൊരു വിഷമം, കാളെ കയറ്റാൻ പറ്റത്തില്ലല്ലോ. ഉടനെ ഈ വിഷമം കണ്ട ആളുകൾ അങ്ങോട്ട് പറഞ്ഞു, അച്ഛാ കാറെ കയറ്റണ്ട, ഞങ്ങൾ അതിനെ എവിടെ തന്നോളാം. അതും വേണേ യാഗപീഠത്തിന്റെ കൊമ്പെ കെട്ടി തന്നേക്കാം. അതിങ്ങോട്ട് കോൺട്രാക്ട് വൈസ് തന്നേച്ചാ മതി. ഒരു ആമേൻ, ആമേൻ. മാസത്തിൽ തന്നില്ലേലും വർഷത്തിലാണേലും അതിന്റെ ഒരു നല്ല ഗ്ലോറി പറ. അപ്പം അച്ചായനും സന്തോഷം, വിൽക്കുന്നവർക്കും സന്തോഷം. ഒരു ആമേൻ. പക്ഷെ പറയട്ടെ, പ്രമാണം വിട്ടുള്ള ഒരിടപാടിനും ആമേൻ പറയുന്നവനല്ല ദൈവം. കരമുയർത്തി ഒരു ആമേൻ പറയണം. പണം കൂടിയപ്പോൾ, വീടിന്റെ വലിപ്പം കൂടിയപ്പോൾ, പേഴ്സിലെ പണം കൂടിയപ്പോൾ, പണവും പണക്കാരനും സഭയെ നിയന്ത്രിക്കുന്ന ലെവലെത്തി. എന്നാൽ ഇന്നു മകൻ ഞാൻ പറയാ, പണക്കാരല്ല സഭ നിയന്ത്രിക്കേണ്ടത്, പരിശുദ്ധാത്മാവാകയോ. ആരാധനയിൽ പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ആരാധനയിൽ ദൈവകൃപ ചലിക്കട്ടെ. ആ കരമൊന്നുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ചിലടത്ത് കണ്ടിട്ടുണ്ട്, സങ്കീർത്തനം പറയുന്നതേ വായിക്കാൻ പറ്റൂ. മനസ്സിലായില്ല? അച്ചായനും കൊച്ചായനും പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റൂ? അബദ്ധവശാൽ ആ വാക്യം ശരിക്കൊന്ന് വ്യാഖ്യാനിച്ചു പോയാൽ നല്ല ഗ്ലോറി പറയണം. ഞാൻ പ്രസംഗിക്കുന്നത് പാളയത്താ. നമ്മളെ ആത്മാവ് ഭരിച്ചേ പറ്റൂ. അതിഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? എൻ്റെ കുടുംബത്തെ പരിശുദ്ധാത്മാവ് ഭരിച്ചേ പറ്റൂ. എൻ്റെ സഭയിൽ ആത്മാവിൻ്റെ ചലനമാണ് ഞാൻ. എന്റെ പൊന്നെ, ആകാരം വെടിഞ്ഞ് ഉപവസിക്കുന്നത് 10 കാശുണ്ടാക്കാനല്ല, ആത്മാവിന്റെ ചലനം വെളിപ്പെടാനോ. ഇന്നു പകൽ ആത്മാവിൽ ചലിക്കുകയോ വൈതലേ, വിൽക്കുന്നവരെയും വാങ്ങുന്ന പകൽ ഇതിനകത്ത് ചലിക്കപ്പെടുമ്പോ മൗനമാകാതെ അതരങ്ങൾ തുറന്ന ആത്മാവിൽ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആവേശമാണ്, ക്ലോക്ക് കാണുമ്പോൾ പരവേശമാണ്. സ്തോത്രം. കാരണം ദൂതിൻ്റെ പാതി വഴിക്ക് നിൽക്കുക. ഒരു നല്ല ആമേൻ പറഞ്ഞേരെ. പ്രൈസ് ദി ലോർഡ്. വിൽക്കുന്നവനെ പുറത്താക്കി, വാങ്ങുന്നവനെ പുറത്താക്കി. ഒരു ആമേൻ പറ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് കച്ചവടം നടത്താനുള്ള ഇടമല്ല, പ്രാർത്ഥിക്കാനുള്ള ഇടമാ. സ്തോത്രം.
ആമേൻ. പ്രാർത്ഥിക്കാൻ ഇടം വെളിപ്പെട്ടാൽ അത്ഭുതങ്ങൾ അവിടെ വെളിപ്പെടും. അവിടെ കുരുടൻ സൗഖ്യമാകും, അവിടെ ചെകിടന് കേൾവി വരും. യേശുവിന്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥന ഏതു സഭയിലുണ്ടോ അവിടെ അത്ഭുതങ്ങളുണ്ട്, അതിശയങ്ങളുണ്ട്. അവിടെ വീര്യപ്രവർത്തികൾ ചലിക്കപ്പെടും. ഉറപ്പ് പ്രാപിച്ചവർ ആ നരങ്ങൾ തുറന്ന ആമേൻ പറ. സ്തോത്രം. ശ്രദ്ധിക്ക്, പ്രാർത്ഥന വെളിപ്പെടുന്ന സഭകളിൽ അത്ഭുതങ്ങൾ വെളിപ്പെടും. പ്രാർത്ഥനയും ആരാധനയുള്ള സഭകളിലെ മെമ്പർഷിപ്പ് എടുക്കാവൂ. ഒരു നല്ല ഗ്ലോറി പറയണം. സ്തോത്രം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആരാധനയുള്ള സഭയിലെ വിശ്വാസി ആയിരിക്കുന്നതാ ആരാധനയില്ലാത്ത സഭയിലെ പാസ്റ്റർ ആയിരിക്കുന്നതിനേക്കാൾ നല്ലത്. മനസ്സിലായില്ല? ആരാധനയില്ലാത്ത സഭയിലെ പാസ്റ്റർ ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് ആരാധിക്കുന്ന സഭയിൽ പോയി പുറകിൽ ഒരു വിശ്വാസിയായിരിക്കുന്നതാ. കാരണം ആത്മാവിൽ ചലിക്കുന്ന സഭയാണോ നീ വിടുവിക്കപ്പെടും. പ്രാർത്ഥനയുള്ള സഭയാണോ നീ വിടുവിക്കപ്പെടും. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടോ പത്രോസ് നിന്റെ ചങ്ങല അഴിയപ്പെടൂ. ഈ ഉപവാസത്തിന്റെ 7ാം പകലിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭയെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയോ. കുഞ്ഞെ, നിന്റെ മേൽ ഒരു വലിയ വിടുതലുകളെ പകരോ ദൈവകരം ഇതിനകത്ത് ചലിക്കപ്പെടുകയോ. ശ്രദ്ധിക്കേ. ആമേൻ. വിൽക്കുന്നവരെ പുറത്താക്കി, വാങ്ങുന്നവരെ പുറത്താക്കി, പൊൻവാണിഭക്കാരുടെ മേശകളെ മറിച്ചിട്ടു, പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെ മറിച്ചിട്ടു. അവിടെ ഞാൻ നിൽക്കും ഒരല്പം. പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠം. എന്തിനാ പ്രാക്കളെ സൃഷ്ടിച്ചേ? വിൽക്കാനല്ല, പറക്കാനാ. രാമൻ പറ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആകാശത്തിൽ പറക്കാനാണ് അവൻ പക്ഷികളെ സൃഷ്ടിച്ചത്. സ്തോത്രം. ആരുടെയെങ്കിലും പീഠത്തിൽ വിൽക്കപ്പെടാനല്ല. ആമേൻ. എനിക്കറിയാം ഇന്ന് പകൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ മേൽ ഇതൊരു വലിയ ജയമായി മാറും. എനിക്ക് നല്ല ബോധ്യമായി ദൂത് പറയാൻ. ആകാശത്തിൽ പറക്കാൻ ആ സൃഷ്ടാവ് പക്ഷിയെ സൃഷ്ടിച്ചത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആരാന്റെ വിൽപ്പന ചരക്ക് പോലെ ആകാശത്തിൽ പറക്കേണ്ടത്, ഒരാമേൻ പറയണം, ആകാശത്തിൽ വികായസിൽ പറക്കേണ്ടത് ആരാന്റെ വിൽപ്പന ചരക്ക് പോലെ അവരുടെ പീഠത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ, ഒരാമേ, അതിന്റെ മുമ്പിൽ വന്നത് കച്ചവടക്കാരനല്ല, അതിന്റെ മുമ്പിൽ വന്നത് സൃഷ്ടിതാവാകയോ. ഉടമ, നീ ഇനിയും ബന്ധിക്കപ്പെട്ട് കിടക്കോ, നീ ഇനിയും തടയപ്പെട്ട് കിടക്കോ, നിന്റെ കുടുംബം ഇനിയും ബന്ധിക്കപ്പെട്ട് കിടക്കോ. അർത്ഥോരകൻ ആരുടെയെങ്കിലും കച്ചവട ചരക്ക് പോലെ നീ കിടന്നു തീരോ ദൈവം അനുവദിക്കില്ല. ഉടമനോരകനോ ചെയ്ത് ഈ പകലാതരങ്ങൾ തുറന്ന് ആത്മാവിൽ ആരാധിക്ക. സ്തോത്രം. ഇന്ന് പകൽ ചില മേഖലകൾ പൊട്ടിയേ പറ്റൂ. നിന്റെ കുടുംബത്തെ കുടുക്കിയിട്ടിരിക്കുന്ന പീഠങ്ങൾ ഈ പകൽ തകർന്നേ പറ്റൂ. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉയരാതിരിപ്പാൻ, ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാതിരിപ്പാൻ നിന്നെ കുടുക്കിയിട്ടിരിക്കുന്ന കച്ചവടക്കാരന്റെ പീഠങ്ങൾ ഇന്ന് പകൽ മറിഞ്ഞേ പറ്റൂ. ഒന്ന് നന്നായിട്ടൊരു ആമേൻ പറയുന്നേ. വളരെ ഗൗരവത്തോടെ ഞാൻ ഈ ദൂത് പറയാം. എനിക്ക് നിങ്ങളോടൊപ്പം വിടുതൽ ആവശ്യമാണ്. ആമേൻ. ദൈവമിട്ടിരിക്കുന്ന പദ്ധതികളിലേക്ക് പറന്നുയരാൻ ചിറകുണ്ടായിട്ടും, കടന്നു കയറാൻ അഭിഷേകമുണ്ടായിട്ടും, ആരാണ്ടുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പീഠത്തിൽ ചിലതിനെ കുടുക്കിയിട്ടേക്കുക. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ആ പീഠങ്ങൾ ഇന്ന് പകൽ മറിയപ്പെടുകയാ. ഓ ശതുരമനാദയാ, നിന്റെ മിനിസ്ട്രിയെ കെട്ടിയിട്ടിരിക്കുന്ന പീഠങ്ങൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ മറിയപ്പെടുകയോ. പീഠങ്ങൾ മറിയപ്പെടുകയോ. ആഭിചാരത്തിന്റെ പീഠങ്ങൾ, മന്ത്രവാദത്തിന്റെ പീഠങ്ങൾ, നേർച്ചാശക്തികളുടെ പീഠങ്ങൾ ഈ പകൽ മറിയപ്പെടുകയോ. കരമടിച്ച ആത്മാവിൽ സ്തോത്രം ചെയ്യുക. തലമുറകൾ ഈ പകൽ വിടുവിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ ഈ പകൽ വിടുവിക്കപ്പെടട്ടെ. വ്യക്തികൾ ഈ പകൽ വിടുവിക്കപ്പെടട്ടെ. ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. അർത്ഥാരകനാ ജഗന ഹല്ലേലൂയ.
പ്രൗഢമാന ശൈധരാജ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ആ ഭാഗത്തൊന്ന് ആരാധിക്കണം. ആമേൻ. ദൈവിക പദ്ധതികൾ നിന്റെ മേലുണ്ട്. നിന്നെ ദൈവം സംവിധാനം ചെയ്തത് എവിടെങ്കിലും കുടുങ്ങിക്കിടക്കാനല്ല, പറക്കാനാ. മിണ്ടുന്നില്ല. ആമേ. ഈ ചിറക് തന്നത്, ഈ വാല് തന്നത്, ഈ ചിറകും തൂവലും തന്നത് പറക്കാനാ. ദൈവം നിന്നെ സംവിധാനം ചെയ്തത് ഉയരാനാ. ദൈവം നിന്റെ കുടുംബത്തെ സംവിധാനം ചെയ്തത് ഉയരാനാ. ദൈവം നിന്റെ തലമുറയെ സംവിധാനം ചെയ്തത് ഉയരാനാ. എന്നാൽ ഒരു കാരണത്താലും നിന്നെ ഉയർത്തത്തില്ലെന്നും നിന്നെ ചിലരുടെ ഇഷ്ടത്തിന് കുടുക്കിയിടുമെന്നും ചിലതിൻ്റെ പീഠത്തിൽ നിന്നെ കൊരുത്തിട്ടു. ഓ ഉടമന രകൽമന, ചിലതിന്റെ പീഠത്തിൽ നിന്നെ കൊരുത്തിട്ടിരിക്കുമ്പോ ഈ പകൽ അധികാരമുള്ളവരെ കരം ഇവിടെ ചലിക്കപ്പെടുകയാ. ഒരു സൃഷ്ടിതാവിന്റെ കരം നിന്നെ അവർ എന്തിന് സംവിധാനം ചെയ്തോ ആ ദൈവിക കരം ഈ പകൽ ഇതിനകത്ത് ചലിക്കപ്പെടുകയാ. യെസ്, വിടുവിക്കപ്പെടട്ടെ ജനം, വിടുവിക്കപ്പെടട്ടെ ജനം, വിടുവിക്കപ്പെടട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ശാപമണ്ഡലങ്ങൾ അഴിയട്ടെ, പാപശക്തികൾ അഴിയട്ടെ, വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ. ഈ പകൽ കെട്ടുകൾ പൊട്ടി ജനം വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക സംവിധാനങ്ങളിലേക്ക് ഉയർന്നു വരട്ടെ ജനം, ദൈവിക പദ്ധതികളിലേക്ക് ജനം ഉയർന്നു വരട്ടെ. ദൈവകരം ഇതിനകത്ത് ചലിക്കപ്പെടട്ടെ. സ്തോത്രം. ഇത് പോരെന്നേ, ഇത് പോരാ. ഈ പകൽ ഒരു ജയം നമുക്കുണ്ടായേ പറ്റൂ. എത്ര പേരുടെ അകത്തൊരു ആവേശമുണ്ട് ഈ പകലിൽ. ഞാൻ ചിലതിനെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഉയരാൻ സാധ്യതകൾ മുന്നിലുണ്ട്, പക്ഷെ ചില രോഗങ്ങൾ അതിനെ പിടിച്ചേക്കുക. ആമേൻ പറയണം. ഉയരാൻ വഴികളുണ്ട്, ചില രോഗങ്ങൾ അതിനെ പിടിച്ചേക്കുക. ഒരു ആമേൻ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുക. എനിക്ക് ആവേശം തോന്നി. ഒരു കൊച്ചു പയ്യനെ പോലൊരു ആള്, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായ കുടുംബസ്ഥനും ഒരു കുഞ്ഞിൻ്റെ അപ്പനുമാണ്. കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററേ, എൻ്റെ ശരീരം മുഴുവൻ വേദനയാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തിയെ പപ്പ, എന്തിയെ മമ്മി, എന്തിയെ? എന്നോട് പറഞ്ഞു, പപ്പായും മമ്മി അമേരിക്കയില, അനുജനും കുടുംബവും അമേരിക്കയില. ഇതെൻ്റെ ഈ നിൽക്കുന്നതാ എൻ്റെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പുള്ളി പറയുക, എൻ്റെ പൊന്നു പാസ്റ്റർ, എനിക്ക് കയറി പോകാൻ പറ്റുകയില്ല. ഇതോട് മിണ്ടുന്നില്ല. ഒരിക്കൽ അവൻ്റെ വീടിൻ്റെ അടുക്കലുള്ള ഒരു പേര സ്ത്രീ പറഞ്ഞെന്ന്, നിന്നെ ഞാൻ അമേരിക്ക കാണിക്കുകയായിരുന്നു. ഇപ്പം ഗുളിക കഴിയുക. ആമേൻ. സ്വത്രം ചെയ്യണം. ഗുളിക കഴിച്ചില്ല, പുള്ളിക്ക് ഡിപ്രഷൻ വരിക. ഉയരാൻ വഴിയുണ്ടായിട്ടും കേറിപ്പോകാൻ വഴിയുണ്ടായിട്ടും ദൈവം നിന്നെ അതിനാ സംവിധാനം ചെയ്തു വെച്ചിട്ടു. അതിലേക്ക് നിന്നെ വിടാതെ കെട്ടിവെച്ചിരിക്കുന്ന പീഠങ്ങൾ ഈ പകൽ പൊളിഞ്ഞേ പറ്റൂ. ഈ പകൽ ചില പീഠങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയെ തടയുന്ന പീഠങ്ങൾ ഈ പകൽ തകർന്നേ പറ്റൂ. അധികാരമുള്ളവന്റെ കരം ഈ പകൽ ഇതിനകത്ത് ചലിക്കപ്പെടട്ടെ. യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കപ്പെടട്ടെ. ഉടമന രകൽമന, ഞാൻ ഇന്ന് പകൽ ആരാധിക്കും. ഞാൻ ഈ പകൽ സ്തോത്രം ചെയ്യും. ഞാൻ വിടുവിക്കപ്പെടും. ഈ പകൽ ഉടമന രകന ജഗന, ഒരു വലിയ ജയം ഇതിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ. വിടുതൽ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആരാധിച്ചു തുടങ്ങും. ഈ പകലിൽ ആ ജയം ഇതിനകത്ത് വ്യാപരിക്കപ്പെടുകയോ, ആ ദൈവകരം ഇതിനകത്ത് വ്യാപരിക്കപ്പെടുകയോ. കുടുംബങ്ങളുടെ അകത്തേക്ക് ആ വിടുതലൊന്ന് കയറട്ടെന്ന് ഈ പകൽ മൗനമാകാതെ സ്തോത്രം ചെയ്തു തുടങ്ങുക. ദൈവകരം ചലിക്കപ്പെടട്ടെ. പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെ സ്തോത്രം പറയുന്നേ. കാരണം ഇതേൽ കുരുക്കിയിട്ടേക്കുക. പീഠം മറിഞ്ഞപ്പോൾ പ്രാക്കൾ റിലീസായി. സ്തോത്രം. അഭിഷിക്തന്മാരൊക്കെ ഒരു ആമേൻ പറഞ്ഞേ.
പീഠം മറിഞ്ഞപ്പോൾ എന്തിനു വേണ്ടി സംവിധാനം ചെയ്തോ അത് റിലീസായി. ഈ പകൽ ഈ ദൂതിനൊരു ആമേൻ പറഞ്ഞ എത്ര പേരുണ്ട് ഇതിനകത്ത്? കുഞ്ഞെ, നാം ഇന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ആമേൻ, നിന്റെ കുടുംബത്തിനെതിരെയുള്ള പീഡങ്ങൾ മറിയപ്പെടുകയോ, യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കപ്പെടുകയോ, നീയും നിന്റെ കുടുംബം റിലീസ് ആകുകയോ. ഓ ശൈതാരഗാജകൽമന നമുക്ക് ഒരുമിച്ചൊന്ന് ആമേൻ പറയാമോ? നിന്റെ ബിസിനസിന്റെ മേഖല ഇന്ന് പക റിലീസാകുക. ഗ്ലോറി പറയുന്നേ, നിന്റെ തൊഴിൽ മേഖല റിലീസായേ പറ്റൂ. ആമേൻ പറയണം. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയും വിവാഹവും ആ മണ്ഡലങ്ങൾ റിലീസായേ പറ്റൂ. നിന്റെ വീട് പണി റിലീസായേ പറ്റൂ. എനിക്കറിയാം ഇന്ന് പകൽ ചില കുരുക്കുകൾ ഇതിനകത്ത് പൊട്ടുകയാ. ചില കുടുക്കുകൾ ഇതിനകത്ത് കരം നിന്റെ മേൽ വയ്ക്കുകയാ. ചില മേഖലകൾ വിടുവിക്കപ്പെടുകയും റിലീസായ പക്ഷിയെ പോലെ നിന്റെ മേൽ ആ വിടുതലിന്റെ അവസ്ഥകൾ വെളിപ്പെടുകയും ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. കുടുങ്ങിക്കിടക്കുന്നവനെ പോലെ, കുടുക്കപ്പെട്ട് കിടക്കുന്നവനെ പോലെ ആമൻ വെളിപ്പെട്ടു നിൽക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, ഞാൻ നിന്നെ സംവിധാനം ചെയ്ത സംവിധാനത്തിനകത്ത് ഞാൻ നിന്നെ എത്തിക്കേണ്ടതിന്, ആമൻ തകർക്കേണ്ടതിനെ ഞാൻ തകർക്കും. കോരേശിന് മുമ്പിൽ പുറപ്പെട്ടവൻ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള ദൈവകരം ചലിക്കപ്പെടും. നീയും റിലീസാകും. നിന്റെ മേൽ ഒരു വലിയ വിടുതൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്നു പകൽ ആലോചന പറഞ്ഞ് ഉറപ്പിക്കുകയാ. ഉടയോ ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ബ്രദറെ, അർത്ഥോ രഗനാ ജഗൽമന, ഒരു ദൈവ പ്രവൃത്തിയുടെ കര നിനക്കായി ചലിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ഈ പകൽ കരമടിച്ച് കർത്താവിന് ആമേൻ പറ. ഇതിനകത്ത് സ്തോത്രം ചെയ്തതിനകത്ത് ആര് പറഞ്ഞു നീ ഉയർത്തപ്പെടത്തില്ലെന്ന്? ആര് പറഞ്ഞു നീ വിടുവിക്കപ്പെടത്തില്ലെന്ന്? ആര് പറഞ്ഞു നിന്റെ മേൽ ക്ഷയം വരത്തില്ലെന്ന്? ദൈവകരം ഈ പകൽ ചലിക്കപ്പെടുകയാ. ഹല്ലേലൂയ. ഒന്ന് ധൈര്യപ്പെട്ട് പറയുന്നേ, ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കും. ഒന്ന് ഉറക്കെ പറയുന്നേ. പാളയംകാർക്ക് സൗണ്ട് ഉണ്ടല്ലോ, നന്നായിട്ട് പറ. ഉണ്ടോ? അത്രയും പറഞ്ഞ ഉള്ള സൗണ്ട് കൂടെ പോയി. ആമേൻ. ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കും. എന്നെ വിടുവിക്കുന്നവനാ വന്നിരിക്കുന്നത്. ആ പീഠത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ഞാൻ റിലീസാകും. ഞാൻ ജയത്തോടെ എഴുന്നേൽക്കും. ഞാൻ പുറത്തു വരും. ഞാൻ നന്മയിലേക്ക് കയറും.
ഓ ഹല്ലേലൂയ, ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥകൾക്കും മാറ്റങ്ങൾ സംഭവിക്കും, നിലവാരങ്ങൾ മെച്ചപ്പെടും. കച്ചവട ചരക്ക് പോലെ എന്നെ ഒതുക്കിയിട്ട മേഖലകളിൽ എനിക്ക് ജയം വരൂ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇതെല്ലാം ചെയ്തത് കണ്ട് അവിടെ കൂടിയിരുന്ന പരീശന്മാരെല്ലാം കൂടെ ഒരു ചോദ്യം ചോദിച്ചു, എന്താ അധികാരം കൊണ്ടാ ഇതൊക്കെ ചെയ്യുന്നേ? പുറത്താക്കുന്നു, പിന്നെ പീഠം മറിക്കുന്നു, പിന്നെ പൊൻപാണിപ്പക്കാരുടെ മേശ മറിച്ചിടുന്നു, എന്നിട്ട് രോഗികളെ സൗഖ്യമാക്കുന്നു, പ്രാർത്ഥനാലയമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ ഒരു ആമേൻ പറയുന്നേ, എന്തോ അധികാരം കൊണ്ടാ ചെയ്യുന്നേ. ഒരു കാര്യം മനസ്സിലായി, പരീശന്മാർക്ക് ഒരു കാര്യം അറിയാം, അധികാരം ഉണ്ടോ ഇത് നടക്കും. അധികാരമുണ്ടോ പുറത്തു പോകേണ്ടത് പുറത്തു പോകും. അധികാരമുണ്ടോ തൂകണ്ട മേശ തൂകും. അധികാരമുണ്ടോ മറിയണ്ട പീഠം മറിയും. മിണ്ടുന്നില്ല. അഭിഷേകത്തിന്റെ അധികാരം അകത്തുണ്ടെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഞാൻ വെറും കൈയടിക്കാൻ മാത്രം വന്നതല്ല, പാമ്പുകളെയും തോളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം എന്റെ മേലുണ്ട്. ഇതോ അധികാരത്തിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അധികാരത്തോടെ ഈ പകൽ കൽപ്പിക്കാൻ തുടങ്ങോ. എവിടെയൊക്കെ നിനക്ക് വിടുതൽ വേണോ, ആ മേഖലകളെ നോക്കി യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കും. അല്ലേ, എനിക്ക് കർത്താവിന്റെ സിസ്റ്റം അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മളാണ് ആരിലും ഒരു ചോദ്യം പറഞ്ഞ് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിക്ഷണറിയും കൂടെ എന്ത് ചെയ്യുക, ഒരു ആൻസർ കണ്ടുപിടിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് ചോദിച്ചവരോട് അങ്ങോട്ടൊരു ചോദ്യം, യോഹന്നാന്റെ സ്നാനം മേളീന്നാണോ താഴേന്നാണോ, മനുഷ്യരുടെ ഇടയെന്നാണോ, ഉയരത്തിന്നാന്ന് പറഞ്ഞ കർത്താവ് അടുത്ത ചോദ്യം ചോദിക്കുക, എന്നാ സ്നാനപ്പെടാഞ്ഞെന്ന്. മനുഷ്യരുടെ ഇടയിലെന്നാണെന്ന് പറഞ്ഞാൽ യോഹന്നാനെ അവർ പ്രവാചകരായി കണ്ടേക്കുക, അടി ഉറപ്പാ, ഒരു നല്ല ഗ്ലോറി എന്ന് ഉറക്കെ പറഞ്ഞേ. ഉടനെ ഇവർ തമ്മിലൊരു ഡിസ്കഷൻ എടുത്തിട്ട് പറഞ്ഞു, ആൻസർ പറയണ്ട, അറിയത്തില്ലെന്ന് പറഞ്ഞേക്കാം. സ്തോത്രം. എന്നാൽ ആൻസർ പറഞ്ഞാൽ രക്ഷപ്പെടുകയില്ലെന്നറിയാം. ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവിൻ്റെ മറുപടി, ഞാനും എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നെന്ന് നിങ്ങളോട് പറയുന്നില്ല. ഒന്ന് കരമുയർത്തി സ്തോത്രം. ചില ചോദ്യങ്ങൾക്ക് മറുചോദ്യം പറയുന്ന നല്ലത്. ആമേൻ. കൂടുതൽ ഡിക്ഷണറി ഒന്നും തിരക്കാൻ പോകണ്ട. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എന്ന് പറഞ്ഞേക്കണം, തടിയേലെ വെടി പോലെ പറഞ്ഞേക്കണം. നമ്മൾ ആമേൻ. ചില ആളുകൾ ക്വസ്റ്റ്യൻ ഒക്കെ കൊണ്ടുവരും, നമ്മളെ അങ്ങ് വേണ്ടെന്നേ. അവൻ്റെ ചോദ്യം എന്തിനാണെന്ന് ഗ്രഹിച്ച് കുടുക്കാനാണെന്ന് മനസ്സിലാക്കി അവനെ കുടുക്കുന്നൊരു ചോദ്യം. ഒന്ന് കരമുയർത്തി ശക്തിപ്പെട്ടാണോ ആമേൻ പറഞ്ഞേ? പക്ഷെ ഈ ഒരു ചോദ്യം വന്ന് ചോദിച്ചവ ഏതായാലും ചോദിക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അങ്ങനെയെങ്കിൽ രണ്ട് പറഞ്ഞിട്ടേ വിടുന്നുള്ളൂ. കർത്താവ് അടുത്ത ഉപമ അങ്ങോട്ട് കയറി. ഒരപ്പന് രണ്ട് മക്കൾ. സ്തോത്രം. കർത്താവ് മിണ്ടാതിരുന്നതാ, ചോദ്യം വന്നതുകൊണ്ട് ആൻസർ കൊടുത്തു. ഒരപ്പന് രണ്ട് മക്കൾ. ഒരുത്തൻ പറഞ്ഞു അപ്പനോട് പോകാം, എന്നിട്ട് പോയില്ല. മറ്റോ പറഞ്ഞു പോകുകേല, എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുറ്റബോധം. അപ്പനാണല്ലോ പറഞ്ഞേ, പോയി അത് ചെയ്തു. തമ്പുരാന്റെ ചോദ്യം, ഇതിലേത് മോനാ നല്ല മോൻ? നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു. ഒന്ന് കരമുയർത്തി. അടുത്ത ഏതായാലും ഇവർ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം ഒന്ന് ചോദിച്ചു, രണ്ടൊരു ഉപമ കൂടെ പറഞ്ഞു, മൂന്നാമതൊരു ഉപമ കൂടെ. ഞാൻ എൻ്റെ പൊന്നു കർത്താവിനോട് പറഞ്ഞു, ഇപ്പോഴേ അവർ പ്രശ്നത്തിലാണ്, എവിടെ കിട്ടിയാൽ കൊല്ലാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കാതെ രക്ഷപ്പെടുന്നതാ. സ്തോത്രം. കർത്താവെ, അവരെ ചുമ്മാ പ്രേരിപ്പിക്കാതെ, നല്ല ഗ്ലോറി പറഞ്ഞാല് കർത്താവെ, അവരെ ചുമ്മാ ചൊടിപ്പിക്കാതെ. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ അവർക്ക് തന്നെ അറിയാം ഇത് അവരോടാന്ന്.
ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഈ പണ്ടൊരു പ്രവാചകൻ ശുശ്രൂഷിക്കുക. അപ്പം ഇങ്ങനെ ശുശ്രൂഷിച്ചു വരുമ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ടൊരു ദൂത് അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് 7-ാം കൽപ്പന ലംഘിച്ചൊരു വിഷയം താൻ പ്രവചിച്ചും പ്രസംഗിച്ചും വരിക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിത് ആരാന്ന് തൊടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. അടുത്ത വാക്ക്, കട്ടോൻ്റെ തലയിലെ പപ്പിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കോഴിയെ കട്ടോൻ്റെ തലയിലെ ഏതിരിക്കൂ. അപ്പോൾ അവിടെ ആ കുഴപ്പത്തിൽ ഇരിക്കുന്ന പുള്ളി തല തപ്പി നോക്കി. നല്ല ഗ്ലോറി പറഞ്ഞേരെ. അപ്പം നാട്ടുകാർക്കും സഭക്കാർക്കും മുഴുവൻ മനസ്സിലായി പ്രവാചകൻ തൊട്ടില്ലേലും ഇതാരാന്നൊരാമൻ. സ്തോത്രം. കർത്താവ് ഇവരെ അങ്ങോട്ട് ചോടിപ്പിച്ചോണ്ടിരിക്കുക, അങ്ങോട്ട് കൊടുക്കുക. അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് തങ്ങളോടാണ്. മൂന്നാമത് ഉപമ കൂടെ പറഞ്ഞു. ഒരു ഗ്രഹസ്ഥനായ മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ചുറ്റും വേലി കെട്ടി, ചക്കു കുഴിച്ചിട്ടു, ഗോപുരവും പണിതു, കുടിയാന്മാരെ ഏൽപ്പിച്ചു. ഒന്ന് ആമേൻ പറയാമോ? സ്തോത്രം. നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് എന്താ നിങ്ങളുടെ മറുപടി എന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഈ കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. ഞാൻ എൻ്റെ അച്ചായന്മാരോട് പറയാൻ, ഇത് പണിതപ്പം, ഗോപുരം പണിതപ്പം, ചക്കു കുഴിച്ചിട്ടപ്പം, വേല് കെട്ടിയപ്പോൾ കുടിയാന്മാരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ആദരണീയമായിരുന്നു. എന്ന് പറഞ്ഞാൽ അച്ചായൻ അങ്ങോട്ട് പണിതോ വച്ചാ പിന്നെ ഗോപുരം അങ്ങ് ഇതുകൊണ്ട് മിണ്ടുന്നില്ല. അച്ചായൻ മുന്തിരിത്തോട്ടമൊക്കെ അങ്ങോട്ട് നട്ടിട്ട് ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി എന്നേ. തക്ക സമയത്ത് ഞങ്ങൾ എഴുതി തന്നോളാം. സ്തോത്രം. തക്ക സമയത്ത് ഞങ്ങൾ പദം തന്നോളാം. ആ കുടിയാന്മാരുടെ ഡീലിങ്സ് കണ്ടപ്പോൾ 2 തോട്ടം കൊടുക്കാൻ തോന്നുമായിരുന്നു. സ്തോത്രം ചെയ്തേരെ. പക്ഷെ ഫലമായപ്പോൾ, ഒരു നല്ല ഗ്ലോറി പറഞ്ഞിട്ടേ പോകാവൂ, ഫലമായപ്പോൾ ചിലതിന്റെ ഡീലിങ്സ് തെറ്റി. ഒന്ന് കരമുയർത്തി. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് ഇവിടെ ഉറപ്പിക്കുകയാ. ആമേൻ. നട്ടപ്പോൾ കുഴപ്പമില്ലാത്ത, വേലി കെട്ടിയപ്പോൾ കുഴപ്പമില്ലാത്ത, ചക്കു കുഴിച്ചിട്ടപ്പോൾ കുഴപ്പമില്ലാത്ത, അതുവരെ വളരെ നന്നായി ഡീൽ ചെയ്ത കുടിയാന്മാർ ഫലം വെളിപ്പെട്ടപ്പോൾ ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യണം. എന്നാൽ ഈ പകൽ ഞാൻ വളരെ ധൈര്യത്തോടെ പറയും, ഫലം വെളിപ്പെടുമ്പോൾ അതിനെതിരെ ചലിക്കാൻ കുടിയാന്മാര് തയ്യാറായാൽ ആ കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിക്കുന്ന ഒരുത്തൻ ഉയരത്തിലുള്ളത് കൊണ്ട് ഒന്ന് കരമുയർത്തി സ്തോത്രം. ശ്രദ്ധിക്കേ, എവിടെയും ബലമാകുമ്പോഴേ കുഴപ്പമുള്ളൂ. നാട്ടപ്പം പ്രശ്നമില്ല, വേലി കെട്ടിയപ്പം പ്രശ്നമില്ല, ചക്കു കുഴിച്ചിട്ടപ്പം പ്രശ്നമില്ല. ആരാധന അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയപ്പം, ആത്മാക്കൾ അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ, ആമേൻ പറഞ്ഞേര്, ഇത് കൊലയ്ക്കുമെന്ന് മനസ്സിലായ പോരാ. സ്തോത്രമൊക്കെ ചെയ്യണം. ഇത് ദേശത്തുറയ്ക്കുമെന്ന് ആമേൻ വെളിപ്പെട്ടപ്പോൾ, ആമേൻ പറയണം, ഇവിടെ ആത്മാക്കൾ വരുമെന്ന് അറിഞ്ഞപ്പോൾ, ഫലമാകുമെന്ന് അറിഞ്ഞപ്പോൾ, ആമേൻ, ഇന്നലകളിൽ നല്ല വാക്ക് പറഞ്ഞവർ, ഇന്നലകളിൽ കൈതന്നവർ, ഇന്നലകളിൽ ഡീൽ ചെയ്തവർ എതിരായി മാറിയെങ്കിൽ ഇന്ന് പകൽ ഈ ദൂതിന് അവൻ അതിന്മേൽ ജയം തരാൻ കഴിയുമെന്നോ. ഫലത്തിനെതിരെ ചലിക്കുന്ന കുടിയാന്മാരുടെ മേൽ ഈ പകൽ ജയം തരുന്ന ദൈവകരോ ഇതിനകത്ത് ചലിക്കപ്പെടുകയോ. ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയോ. അതരങ്ങൾ തുറന്ന ആത്മാവിൽ ജനം ദൈവത്തെ സ്തുതിച്ചേ മതിയാവും. ശ്രദ്ധിക്ക്, അവിടെ നിന്ന് 3-4 കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എവിടെയും ഫലമാകുമ്പോഴാ പ്രശ്നം. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയരെ, സങ്കടം തോന്നിയിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി, എങ്ങനോ ലോൺ എടുത്ത് മോളെയോ മോനെയോ ഹയർ സ്റ്റഡിക്ക് വിട്ടു. അപ്പനും അമ്മയും കാത്തിരിക്കുക. രാമൻ പറയണം, 10ാം ക്ലാസ്സിൽ വെളിപ്പെടാത്ത പോരാട്ടം, ആമേൻ, +2 വെളിപ്പെടാത്ത പോരാട്ടം, അവന്റെ ഹയർ സ്റ്റഡിക്ക് അവൻ കയറിയപ്പോൾ ഒരാമേൻ പറഞ്ഞോണം, ആമേൻ, ഫലമാകാൻ സമയമായപ്പോൾ, സ്തോത്രം ചെയ്യ, അവനിലൂടെ നിന്റെ കുടുംബത്തിനൊരു നന്മ വരുമെന്ന, അവളിലൂടെ നിന്റെ കുടുംബത്തിനൊരു നന്മ വരുമെന്ന സമയമായപ്പോൾ, ആമേൻ പറ, അവകാശിയെ തകർക്കാൻ ശ്രമിക്കുന്ന
ഫലത്തെ നശിപ്പിക്കാൻ നോക്കുന്ന മിഥ്യാന്യ ശക്തിയുടെ മേൽ ഈ പകൽ ജയം തരുന്നവന്റെ കരമടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഒന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളെക്കാൾ കൂടുതൽ ആരാധനയിൽ ആവേശം എനിക്കുണ്ട്. പക്ഷെ ഈ ദൂതുകൾ ഞാൻ നിങ്ങൾക്ക് കൈമാറും. എവിടെയും ഫലമാകുമ്പോൾ ഇസ്രായേലിയർ വിതയ്ക്കും, ഫലമാകുമ്പോൾ മിഥ്യാനിയർ വെട്ടിക്കിളി കൂട്ടം പോലെ വന്നിട്ട് ദേശത്തെ ഫലമെല്ലാം നശിപ്പിക്കും. ഈ ദൂത് ഇവിടെ വെളിപ്പെടുമ്പോൾ ചില കുടുംബങ്ങൾ ഫലമാകാതിരിപ്പാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു. ചില തലമുറകൾ ഫലമാകാതിരിപ്പാൻ, അത് സക്സസ് ആകാതിരിപ്പാൻ, അവരുടെ വിദ്യാഭ്യാസ സക്സസ് ആകാതിരിപ്പാൻ, അതിന്റെ കുടുംബജീവിതം സക്സസ് ആകാതിരിപ്പാൻ പോരാടുന്ന പോരുകണമേ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാ. ഒന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിക്ക. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അതുവരെ നന്നായിട്ട് ഡീൽ ചെയ്ത് നിന്നവർ, അവരുടെ മുഖഭാവം മാറി, അവരുടെ സംസാര ശൈലി മാറി, അവരുടെ ഇടപാടുകൾക്ക് മാറ്റം വന്നു. ആമേൻ. ഇതൊരു സാധാരണ ദൂതല്ല കുഞ്ഞെ. എന്നോട് കർത്താവ് പറയാൻ പറയുന്നു. ഇത് പറയുമ്പോൾ തന്നെ ചില കുടുംബ മണ്ഡലങ്ങളിൽ കുടുംബജീവിതം സക്സസ് ആകാതിരിപ്പാൻ കൊടികുത്തി വാഴുന്ന ദുഷ്ടന്റെ മേൽ ഈ വചനത്തിന്റെ ദാസന്മാരെ വിട്ടു. ഒരുത്തനെ തല്ലി, ഒരുത്തനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. പിന്നെയും ദാസന്മാരെ വിട്ടു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ തീരുമാനിച്ചു, എനിക്കൊരു മകനുണ്ടല്ലോ, ഞാൻ അവനെ വിടും. അവർ അവനെ ശങ്കിക്കും. പക്ഷെ അവനെ കണ്ടിട്ട്, ദൂരെ എന്ന് കണ്ടിട്ട് അവർ ഒരുമിച്ചൊരു ഗൂഢാലോചന നടത്തി. ഇവൻ അവകാശി, ഇതിനു മുമ്പ് വന്ന ദാസന്മാരെ പോലെ അല്ലവൻ, ഇവൻ അവകാശിയാ, ഇവനെ ഒരു വേള വെച്ചേക്കരുത്. സ്തോത്രം. ഇവനെ ഒരു വേള വെച്ചേക്കരുത്. ആമേ ആമേ. ഇവൻ ഇതിന് അവകാശിയാ, ഒരു സെക്കൻഡ് ഇവനെ വെച്ചേക്കരുത്. അവകാശിയെ കൊല്ലുക, അവകാശത്തെ പിടിച്ചെടുക്കുക. ഇന്ന് പകൽ ആരാധിക്കു ജനമേ. ഇത് പിശാചിന്റെ നമുക്കെതിരെയുള്ള ചലനങ്ങളല്ലേ, ഇത് നമുക്കെതിരെയുള്ള അവന്റെ ആസൂത്രണങ്ങളല്ലേ. രാജാരകമന ശൈതാരകൽമന പ്രൗഢമാനാർത്തുരാജ വേദകരകൽമന കരമയർ കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക. ഉടമനരകരകരകരകാദാശതുരമനാദിയ വേദാരകമന. പ്രിയരെ, അവകാശിയാണെന്നും അവകാശമുണ്ടെന്നും ഉറപ്പുള്ള അനാഥനല്ല, അവകാശിയാണ് ഞാൻ. അവകാശിയെങ്കിലോ ക്രിസ്തുവിൻ കൂട്ടവകാശിയാണ് ഞാൻ. ഞാൻ ദാസനല്ല, ഞാൻ അനാഥനല്ല, ഞാൻ പുത്രനാണ്.
പുത്രനെങ്കിലോ എനിക്ക് അവകാശമുണ്ട്. ഇന്നു പകൽ അവകാശമുണ്ടെന്ന് ഉറപ്പുള്ളവർ അടങ്ങിയിരിക്കരുത്. കുഞ്ഞ്, നിനക്ക് ദൈവസന്നിധിയിൽ അവകാശമുണ്ടോ? നിന്റെ തലമുറയ്ക്ക് ദൈവസന്നിധിയിൽ അവകാശമുണ്ട്. നീ ആമേൻ അളവ് നൂലവൻ മനോഹര ദേശത്താ വീഴിച്ചത്. നല്ലൊരവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉടോരകനോ ശൈതേ, കരമടിച്ച ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ചില അവകാശികളെ കെട്ടിയിട്ടിരിക്കുന്ന മേഖലകൾ ഇപ്പോൾ പൊളിയുകയോ. അവകാശികളെ ബന്ധിച്ച മേഖലകൾ ഇപ്പോൾ പൊളിയുകയോ. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പാസ്റ്ററെ, അവകാശം പിടിച്ചെടുക്കാൻ വേണ്ടി അനുജനെ മെന്റലാക്കിയ ചരിത്രമുണ്ട്. സ്തോത്രം ചെയ്യണം. സ്വത്തും അവകാശവും പിടിച്ചെടുക്കാൻ വേണ്ടി അനുജന്റെ കല്യാണം മുടക്കിയ ചേട്ടന്മാരെ എനിക്കറിയാം. അപ്പന്റെ അവകാശം മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടി സഹോദരങ്ങളെ മെന്റലാക്കിയ ചരിത്രം നമുക്കറിയാം. ഇന്നു പകൽ ഈ ദൂത് ഇവിടെ വെളിപ്പെടുമ്പോൾ നിന്റെ മേൽ വെളിപ്പെട്ടു വരേണ്ട മനോഹരമായ അവകാശത്തെ അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ അവകാശത്തിനെതിരെ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുവാൻ ദൈവം അനുവദിക്കില്ല. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുവാൻ ദൈവം അനുവദിക്കില്ല, അനുവദിക്കില്ല, അനുവദിക്കില്ല. ഉടമനോരകനോ ജഗനോ ശൈതാരകൽമന അതരങ്ങൾ തുറന്നാത്മാവിൽ ആരാധി. ചില അവകാശ മണ്ഡലങ്ങൾ സ്വതന്ത്രമാകുകയോ, അവകാശ നന്മകൾ സ്വതന്ത്രമാകയോ, തലമുറയുടെ അവകാശങ്ങൾ സ്വതന്ത്രമാകയോ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ സ്വതന്ത്രമാകയോ. ഈ പകൽ വിടുതൽ അനുഭവിക്കോ. യേശുവിന്റെ നാമത്തിൽ ആ വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നോട് കർത്താവ് പറയുന്നു, നിനക്കുള്ള ചില അവകാശങ്ങൾ ഈ പകൽ സ്വതന്ത്രമാക്കപ്പെടുകയാ. ആ കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിച്ചിട്ട് നിന്റെ അവകാശത്തെ സ്വതന്ത്രമാക്കും ദൈവം. ഉറപ്പുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. അത് വസ്തുവായാലും തലമുറയായാലും എന്തൊക്കെ അവകാശം നിനക്കുണ്ടോ അത് മുഴുവൻ സ്വതന്ത്രമാക്കി തരുന്ന ഞാൻ ഈ ദൂത് ഇവിടെ പറയുമ്പോൾ മൈലുകൾക്ക് അപ്പുറത്തേക്കും ഇതിന്റെ വിടുതലുകൾ പോകുകയോ. മൈലുകൾക്ക് പുറത്തേക്കു ദൈവിക വിടുതലുകളുടെ കരമേ പകൽ ചലിക്കപ്പെടുകയോ. രാജമാന ശൈതമാന ധൂമകാരകൽമന ശതുരാമനാദിയ വേദകരകരകരകരകാദ പ്രൗഢമാമാമ ശതുരമനാദിയ. കരങ്ങളടിച്ച് 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 ശ്രദ്ധിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. അവകാശ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല. ശുശ്രൂഷകളുടെ അവകാശങ്ങൾ വിടിവിക്കപ്പെട്ടേ പറ്റൂ. ഞാൻ ഇന്ന് പകൽ അതിന് തയ്യാറാകുകയോ. ഞാൻ ആ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാകുകയോ. ജയത്തോടെ 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 വിസ്തരിക്കാതെ വിശകലനം ചെയ്യാതെ അതിപ്രധാന 4 അവകാശങ്ങൾ ഓടിച്ചു പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയും ഇതിലേതെങ്കിലും 4 അവകാശങ്ങളിൽ ഒന്ന് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. ആമേൻ. യോശുവയുടെ പുസ്തകം 17:3 പറയുന്നു, ആമേൻ, സഹോദരന്മാരുടെ ഇടയിൽ ഒരവകാശം. സ്തോത്രം ചെയ്യാമോ? അത് കൊതിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ആമേൻ. എൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ, അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഒരവകാശം. ആമേൻ പറയാമോ? വിസ്തരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ലെന്ന് എനിക്കറിയാം.
പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം, മനശ്ശെയുടെ കൊച്ചുമകൻ ശെലോഫഹാദിന് 5 പെൺമക്കളാ. ആ 5 പെൺമക്കളെ വളർത്തുന്നതിനിടയിൽ ആ അപ്പൻ മരിച്ചുപോയി. ആ പെൺമക്കൾ അനാഥരായി. 5 പെൺമക്കൾ, ആൺതരിയില്ലതിനകത്ത്. യഹൂദ ചരിത്രത്തിൽ ആണുങ്ങൾക്ക് മാത്രം അവകാശമെന്ന് എഴുതപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ഈ 5 പെൺകുഞ്ഞുങ്ങൾ മോശയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ മരിച്ചു, പക്ഷെ ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ അപ്പന്റെ അവകാശം അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിലുണ്ട്, അത് ഞങ്ങൾക്ക് വേണം. സ്തോത്രം. മോശ ഈ വിഷയം ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. മോശേ, ശെലോഫഹാദിന്റെ പെൺമക്കൾ പറഞ്ഞത് നീ നിയമം എഴുതുക. സ്തോത്രം. അതുവരെ ഒരു യഹൂദന്റെ ഇടയിൽ പെൺമക്കൾ മരിച്ചാൽ, അതേ അപ്പൻ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരങ്ങൾക്ക് ചേരുന്ന സിസ്റ്റമായിരുന്നെങ്കിൽ ആമേ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ കൊച്ചുമകൻ ശെലോഫഹാദിന്റെ പെൺപിള്ളാർ നിമിത്തം ഒരു പുതിയ നിയമം എഴുതി. ഒന്ന് കരമുയർത്തി. സ്തോത്രം. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു, നീ എഴുത, ഇനിയും ഒരു ഇസ്രായേലിയൻ ആൺമക്കളില്ലാതെ പെൺമക്കൾ മാത്രമായി അവൻ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ അനുജനെന്നല്ല, അവന്റെ അവകാശം അനന്തരവനെന്നല്ല, അവന്റെ പെൺമക്കൾക്കായിരിക്കും. എത്ര പേർക്ക് കരമുയർത്തി വരാമേ? ഈ പകൽ ദൈവാത്മാ പറയുന്നു, കുഞ്ഞെ, നീ പെണ്ണായി പോയത് കൊണ്ട് നിനക്ക് അവകാശം വരാതിരിക്കില്ല. നിന്നെ ദൈവം ഉയർത്തുന്നൊരു സമയമുണ്ട്. സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കുന്ന പെൺമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഞാൻ ഈ പെൺകുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്കുകയാ. ഉയർച്ചകളെ ഞാൻ പ്രവചിക്കുകയാ. നന്മകളെ ഞാൻ പ്രവചിക്കുകയാ. അനുഗ്രഹങ്ങളെ ഞാൻ പ്രവചിക്കുകയാ. ഒന്ന് കരമുയർത്തി പിടിച്ചൊരാമേൻ പറ. എനിക്ക് ദൂത് പറയാൻ ആവേശമുണ്ട്. ചില കുടുംബങ്ങളുടെ പേരുയർത്താൻ ദൈവം ചില പെൺകുഞ്ഞുങ്ങളെ ഉയർത്തും. ഒന്ന് കരമുയർത്തിയൊരാമേ. ആമേ. എല്ലാം പെണ്ണായി പോയതോർത്ത് നീ ഭാരപ്പെടേണ്ട കേട്ടോ. നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ, നിന്റെ അപ്പന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിനക്കൊരു മേൽവിലാസം തരാൻ ദൈവം ചില പെൺകുഞ്ഞുങ്ങളെ ഉയർത്തി ഉറപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഈ പകൽ കരമുയർത്തി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ. ഒന്ന്, സഹോദരന്മാരുടെ ഇടയിൽ അവകാശം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21:3 പറയുന്നു, പിതാക്കന്മാരുടെ അവകാശം. എത്ര പേർ ആമേൻ പറയും? ഞാൻ പറയാം, അപ്പന്മാരുടെ അതിര് നീക്കരുത്. അവര് തരുന്ന അവകാശം വേണ്ടെന്ന് വെക്കരുത്. എന്റെ ഷൈജു പാസ്റ്ററെ, ഈ ദൂത് കിട്ടിയപ്പോൾ എനിക്ക് ആവേശം തോന്നി. ആമേൻ. അപ്പന്മാരുടെ അവകാശം മുന്തിരിക്ക് തുല്യമാ. അത് തലമുറകളുടെ അടിസ്ഥാനമാ. അത് തലമുറകൾക്ക് പ്രയോജനപ്പെടുന്നത്. ഇന്ന് പകൽ ഈ ദൂത് ഇവിടെ പറയുമ്പോൾ പിതാക്കന്മാരുടെ സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിൽ എവിടെയെങ്കിലും പോരാട്ടമുണ്ടെങ്കിൽ ഈ പകൽ ഈ വാദനത്തിന്റെ ശക്തിയാ അത് അഴിയപ്പെടുകയോ. ഈ പകൽ കരമടിച്ചു ദൈവത്തെ ആരാധിക്കാം. ആമേൻ. പിതാക്കന്മാരുടെ അവകാശം. എത്ര പേർ ആമേൻ പറയും? അതിനും ഞാൻ അവകാശിയാ. സഹോദരന്മാരുടെ ഇടയിൽ എനിക്കൊരു അവകാശം. 2, പിതാക്കന്മാരുടെ അവകാശം. അതിനെ ചീരത്തോട്ടമാക്കാൻ ആരൊക്കെ പണിതാലും സ്തോത്രം. ഞാൻ ഈ ദൂത് ഇവിടെ പറയുമ്പോൾ വസ്തു സംബന്ധമായ മേഖലകളിൽ പോലും വിടുതലുകൾ ദൈവം അയക്കുകയാ. പിതൃസ്വത്ത് സംബന്ധമായ വിഷയങ്ങളിൽ അന്യാധീനപ്പെട്ടു പോയ ചില മേഖലകൾ ഈ പകൽ തമ്പുരാൻ ഏറ്റെടുത്തു വിടുതലാക്കുകയാ. കരമടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യണോ. രാജമാല മാനമാല ധൂമമാല ശൈതമാല അർത്ഥോരകനോ ജഗനോ. ഹല്ലേലൂയ. 127-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം, മക്കൾ യഹോവ തരുന്ന അവകാശം, ഉദരഫലം
അവൻ തരുന്ന പ്രതിഫലം. പുരാതന ശൂന്യങ്ങളെ പണിയേണ്ടവരാ തലമുറകൾ. ഒരാമേൻ പറയാമോ? കുഞ്ഞെ, നിന്റെ മുമ്പിൽ ഓടിക്കടിക്കുന്ന ആ പിഞ്ചു കുഞ്ഞു നിന്റെ ശൂന്യത പണിയേണ്ടവനാ, നിന്റെ കുടുംബത്തിന്റെ ശൂന്യത പണിയേണ്ടവളാ. പക്ഷെ ആ തലമുറയ്ക്കെതിരെ ആ പിശാച് നോട്ടമിടുന്നെങ്കിൽ ഇന്നു പകൽ മക്കൾ യഹോവ തരുന്ന അവകാശമാകയാൽ തലമുറകളുടെ മേലും വിടുതലുകൾ വ്യാപരിക്കപ്പെടുന്നത് കൊണ്ട് കരമടിച്ചാരാധിക്ക. ഈ പകല ജയം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ബന്ധിക്കപ്പെട്ട തലമുറകൾ, കുടുങ്ങിക്കിടക്കുന്ന തലമുറകൾ ഈ പകൽ വിടുവിക്കപ്പെടട്ടെ. പ്രിയരെ, എനിക്ക് നിങ്ങളെക്കാൾ ആവേശമാ. പക്ഷെ ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. വേദപുസ്തക ചരിത്രം നിങ്ങൾ എടുത്തു പഠിക്കൂ. മനോഹയ്ക്കെതിരെയല്ല സിംഹം ചാടിയത്, ശിംശോനെതിരെയാ. അപ്പനെതിരെയല്ല സിംഹത്തിന്റെ ചാട്ടം, പുരാതന ശൂന്യം പണിയേണ്ട മകനെതിരെയാ. യായിറോസിനല്ല ദീനം വന്നത്, അവന്റെ തലമുറയ്ക്കാ. നയീനിലെ വിധവയ്ക്കല്ല അസുഖം വന്നത്, ആമേൻ, മരിച്ചത് അവളുടെ തലമുറയാ. സ്തോത്രം ചെയ്യണം. നിന്റെ കുടുംബത്തിന്റെ പുരാതനതകൾ പണിയേണ്ട തലമുറകളെ പിശാചു നോട്ടമിടുമ്പോൾ ഇന്ന് പകൽ മക്കൾ അവകാശമാകയാൽ യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടുകയാ. ഐ കമാൻഡിങ് ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ അത് വിടുതലാകട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അവസാനമായി പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുകയാ. രോഗശാന്തിയും ആരോഗ്യവും ദൈവ മക്കളുടെ അവകാശം. ഇന്ന് പകൽ എത്ര പേർ പറയും, എനിക്ക് ഈ അവകാശങ്ങൾ വേണം, ഞാൻ അതിനെ ഏൽപ്പിക്കപ്പെടുകയാ? നീ ക്യാൻസറുമായിട്ട് മടങ്ങേണ്ടവനല്ല, നീ ട്യൂമറുമായിട്ട് പോകേണ്ടവളല്ല. നീ ആ വല്ലാത്ത രോഗങ്ങൾ വഹിച്ചു മരിക്കേണ്ടവനല്ല. രോഗശാന്തിയും ആരോഗ്യവും മക്കളുടെ അവകാശമാ. ഈ പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. എൻ്റെ മേൽ ആ വിടുതൽ വേണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? എനിക്ക് ആ വിടുതൽ വേണം. എൻ്റെ വസ്തു സംബന്ധമായ മേഖലകൾ, തലമുറ സംബന്ധമായ മേഖലകളിൽ രോഗശക്തിയുടെ മേൽ എനിക്ക് വിടുതൽ വേണം. ഇന്ന് പകൽ അത് ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അവ തൽസ്ഥാനങ്ങളിൽ ചാടി എഴുന്നേറ്റാട്ടെ. നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാട്ടെ. ഉദയാരകന വൈഡാമാന ശൈതാമാന അർത്ഥാമാന വൈഡാമാന ധൂമകവൈഡം വേദകരാജം സത്വരവേദം സംഭവരാജം വൈഡപ്രൗഢം ആരാധിച്ചു തുടങ്ങിയാട്ട് ധൂമകമനാദിയ. എനിക്കൊരു വിടുതൽ വേണം, എന്റെ തലമുറകൾക്കൊരു വിടുതൽ വേണം. ശക്തിപ്പെട്ട് ആരാധിച്ചാട്, ശക്തിപ്പെട്ട് ആരാധിച്ചാട്. ഉദയാരകരാജകൻ. എത്രത്തോളം നിങ്ങൾക്ക് വായികളെ തുറന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം, അത്രത്തോളം. എല്ലാവരും അതരങ്ങൾ തുറക്കുക, ശബ്ദമുയർത്തുക, 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 ശബ്ദമുയർത്തുക. ഈ പകൽ രോഗശാന്തിയുടെ വ്യാപാരം ദൈവം ഇവിടെ അയക്കുമ്പോൾ നീ മൗനമായി നിൽക്കാതെ ശബ്ദമുയർത്തുക, ശബ്ദമുയർത്തുക. ഈവരാജ പ്രൗഢകമാന ധൂമകവൈഡ വേദിക രക്ഷ വേദകരാജ അർത്ഥാരകര പ്രൗഢം വേദം സത്തുരവേദം സംഭവരാജം പ്രൗഢപരാധം വേദിക രക്ഷ. ആരാധിച്ച അർത്ഥാരകനാജകന ധൂമകമനാധിയ സന്ദര വൽപവാദര ഹസ്തൽ കടകന ഹസ്തരം വൽപവാദരം വൽപാവരം വശൽ കടക അതല രഗദര വല ശംദുര വൽകര രഗശൽ കടിത്തര വല വല അസ്ത രഗദ 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 രഗദര ഗടകൾ ദഗനാ ദഗനാ ദഗരാ ദഗരാ ദഗ രേ ദഗ രീ ദഗ ദഗനാദിഗ നാദഗ രാദഗ രാദഗ ദഗനേ ദഗ രീ ദഗ രേ ദഗ നംശര ഗടകൾ ദഗനാദി രാദ വാവ ഹേദ വേദ ദ വരവ ഹതന ദിരവ ഹതന രഗദ ദ വസ്ത വൽപ വശ രേദ വേദ തം വരവൽ കടക രഗദ രഗദ ദഗ നംദവ രാദഗ രീ ദഗ രേദ ദ വനവ ഹതന രഗദ യേസ് 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 യേസ്. അസ്തര വക്ഷക രംധര വത്തക നംശരകത്തുര വംതര വലവല ശിതവൽ കടക അച്ചംബാദം വേദകനന്ദം വേദാവാദം വേദൽ കടക രഗദ രഗദ അസ്തരകക്ഷ വാദക്കെട്ട വേദക്കെട്ട എല്ലാം
ഓ ശബാന വൽപവാദ വത്ത വൽപവശ വരവൽപവദര അത്തവച്ച വത്ത വൽപ വച്ച വത്ത വാദഗച്ച വേദിവച്ച വാദവൽപ വത്തിവച്ച വാദിഗച്ച വേദിവത്തി അത്തഗച്ച വത്ത വൽപ വത്തിഗച്ച വാദിഗച്ച വേദിഗച്ച വേദവൽപ വേദിവേദി ഓഷ വേദ രേദ രേദി രേദി ദവനാദക നാദക രാദക രീദക രേദിക നാദവൽപവാദര. തലമുറകളുടെ മേൽ നന്മ വെളിപ്പെടട്ടെ. നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഈ പകൽ? ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ദൈവാത്മാവ് ഈ 7-ാം പകലിൽ എന്നോട് ഇടപെട്ടു, എന്നോട് സംസാരിച്ചു. എൻ്റെ ആത്മീയ വിഷയത്തിൽ മാത്രമല്ല, എൻ്റെ ഭൗതിക മേഖലകളിലും ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു എന്നുറപ്പുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? നിന്നെ കുടുക്കിയിട്ട പീഠങ്ങൾ മറിഞ്ഞിരിക്കും. നിന്നെ കൊരുത്തിട്ട പീഠങ്ങൾ പൊട്ടിയിരിക്കും. നിന്റെ തലമുറകളെ കൊരുത്തിട്ടടത്തൊരു വിടുതൽ നടന്നിരിക്കും. നിന്നെ ഒതുക്കി വെച്ചടത്തുന്ന നീ പുറത്തു വരും. അവനോട് പറയാൻ പറയുന്ന വാക്കുകൾ പറഞ്ഞ് നിർത്താൻ പോകുകയാണ്. നിന്നെ സംവിധാനം ചെയ്ത ആ ദൈവിക സംവിധാനത്തിലേക്ക് നീ റിലീസാകാൻ പോകുകയാണ്. എന്നോട് ആത്മനിയോഗത്തോട് ഈ ഗ്രൂപ്പിനോട് പറയാൻ ദൈവം പറയുന്നു, ചിലതിനെ ഞാൻ റിലീസാക്കും. ഈ ഉപവാസ പ്രാർത്ഥന പര്യവസാനിക്കുമ്പോൾ ഞാൻ ചില കുടുംബങ്ങളെ റിലീസാക്കും. ചില തലമുറകളെ ഞാൻ റിലീസാക്കും. അഭിഷിക്തന്മാരെ ഞാൻ റിലീസാക്കും. എന്റെ പദ്ധതികളിലേക്ക് ഞാൻ അവരെ കയറ്റി വിടും. എന്റെ പ്ലാനുകളിലേക്ക് ഞാൻ അവരെ എത്തിക്കും. ദൈവശക്തി മൂവ് ചെയ്യട്ടെ. നമുക്കത് പിടിച്ചെടുക്കാം. പ്രാർത്ഥിക്കാൻ പോകുകയാ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. നീ രോഗിയായി മടങ്ങേണ്ടവനല്ല, നീ സൗഖ്യത്തോടെ പോകണം. രോഗശാന്തിയും ആരോഗ്യവും മക്കളുടെ അവകാശമാണ്. അത് ഡെയിലി ബ്രെഡാണ്. ദൈവാത്മാ പറയുന്നു, ഈ സമയം തന്നെ കർത്താവ് ചില രോഗികളെ തൊട്ടു തുടങ്ങിക്കഴിഞ്ഞു. സ്കിൻ ഡിസീസുകളെ കർത്താവ് ശാസിക്കുന്നു. വല്ലാത്ത രോഗബന്ധനങ്ങൾ എന്താന്ന് പറയാൻ പറ്റുന്നില്ല. രോഗിയാണ്, രോഗമറിയില്ല. വല്ലാത്ത ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ ഒരു രോഗിയെ പോലെ ശരീരത്തിന്മേൽ കടന്നു കയറി നിന്നെ എന്നും ഒരു രോഗിയെ പോലെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം അഴിയപ്പെടുകയാ. ഐ കമാൻഡിങ് ഇൻ ജീസസ് നെയിം. ഇപ്പോൾ തന്നെ ആ രോഗശക്തികൾ ഈ ജനത്തെ വിട്ടു മാറട്ടെ. ആർത്തറൈറ്റിക്സുകൾ ശാസിക്കപ്പെടുന്നു. സ്കിൻ ഡിസീസുകൾ ശാസിക്കപ്പെടുന്നു. വല്ലാത്ത രോഗബന്ധനങ്ങൾ, ജനത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, കിഡ്നി സംബന്ധമായി പ്രയാസങ്ങൾ അനുഭവിച്ച് അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന ജനത്തിന്മേൽ വിടുതലയക്കും. കർത്താവ് ഈ ജനത്തെ സൗഖ്യമാക്കിയതിനായി നന്ദി. രോഗശാന്തിയും ആരോഗ്യവും മക്കളുടെ അവകാശമാകയാൽ ആ അവകാശത്തെ ഞാൻ ഈ ജനത്തിന്മേൽ റിലീസ് ചെയ്യുന്നു. ആ അവകാശത്തെ ഈ ജനത്തിന്മേൽ ഞാൻ പകരുകയാണ്. മക്കൾ യഹോവ തരുന്ന അവകാശമാകയാൽ ആ അവകാശത്തെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന വിടുതലുകൾ തലമുറകളുടെ മേൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം ഉണ്ടാക്കിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല പകൽക്കാലവും ദിവസം എല്ലാവരും കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ
പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ, വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്തൃത്വത്തിനെ കർത്താവിനോട് മധ്യ അയച്ച ദൈവത്തിൻ്റെ ആത്മാവ്, വചനത്തിൽ കൂടെ ആത്മാവിൽ കൂടെ നമ്മെ കേൾപ്പിച്ച എല്ലാ ദൈവശബ്ദങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശുദ്ധ തിരുവെഴുത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 31,173 വാക്യങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധ ആത്മാവ് ഇന്നലെ രാവിലെ സംസാരിച്ച അതേ വേദഭാഗം തന്നെ ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിച്ചു. കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ അഴിക്കുന്ന സർവശക്തന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നുവെന്ന് ഇന്നലെ പകൽക്കാലം നമ്മെ കേൾപ്പിച്ച കർത്താവ് ആ ദൂത് മാറ്റാതെ ഇന്ന് പകൽക്കാലം പറഞ്ഞുവെങ്കിൽ അതിന്റെ മധ്യത്തിൽ ഒരു പ്രവൃത്തി ദൈവാത്മാവിനുണ്ട്. ഓ ഉടവന സന്ധരാവരാവര അതല്ല രഗധരവല ശംധുരാവരാവരാവര ഉൽഹുത്തുനോ റംബാദരാവര വരാവരാവരാവര. യശ് ചിലതിനെ വാഹനമാക്കാൻ, ചിലതിനെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുടെ ദൈവാത്മാവ് ഓർപ്പിച്ചല്ലോ. ചില പീഠങ്ങളെ മറിച്ചു കളയുമെന്ന്, അനന്തവിഹായസി ചിറകടിച്ചു കയറേണ്ട ചിലതിനെ ആത്മാവിൽ ദൈവാത്മാവ് നടത്തുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇടപെട്ട ദൂതനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ചില പീഠങ്ങൾ മറിയണം. ആത്മീയ ആരാധനയ്ക്ക് നേരെ, ദൈവാത്മാ ശുശ്രൂഷയ്ക്ക് നേരെ, ദൈവ പദ്ധതിക്ക് നേരെ, ദൈവത്തിന്റെ പ്ലാനുകൾക്ക് നേരെ, കുടുംബങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികളെ ദൈവാത്മാവ് അഴിക്കാൻ, അവകാശങ്ങൾ വെളിപ്പെടുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക, വചനം സംസാരിപ്പാൻ, അധികാരത്തോടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ തുറന്നല്ലോ. ഇത് രാത്രികാലവും കരങ്ങൾ എടുക്കണനായി പ്രാർത്ഥിക്കാം. ദൈവസല്ലായും ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയൊക്കെ ബലപ്പെടുത്തനായി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാഷ KV തോമസ് ഊട്ടി അവർ മുമ്പോട്ട് കടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പൊന്നു തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് ഈ 7ാമത്തെ പകൽക്കാലം കർത്താവേ, ഞങ്ങളുടെ നിലയും വിലയും അറിയുന്ന കർത്താവ്, അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ചത് എല്ലാ ദൂതിന് മുൻപാകെ അവിടുന്ന് സമ്പൂർണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. കെട്ടപ്പെട്ട് കിടന്ന ആമേ കഴുതെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഈ കഴിഞ്ഞ നാളുകൾ കർത്താവെ കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്നും കർത്താവ് ഞങ്ങളെ റിലീസ് ചെയ്തു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ കരങ്ങളെടുക്കുന്ന ദിവസങ്ങളാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ അവകാശങ്ങളെ പരിപാലിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി ദൂത് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന എല്ലാ അന്യായ പോരുകള്, ചുറ്റിപ്പറ്റി നിൽക്കുന്ന പോരാട്ടങ്ങളെ അങ്ങ് അറുത്തു മാറ്റുന്ന ദിവസമാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങൾ റിലീസ് അവിടുന്ന് പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ് കർത്താവേ. നല്ലൊരു അവകാശം ഞങ്ങൾക്ക് അങ്ങ് തന്നതാണല്ലോ കർത്താവേ. ഞങ്ങളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന, നോട്ടമിടുന്ന പോരുകള് കർത്താവേ, അത് ക്രിസ്തുയേശുവിനാൽ ഇടിച്ചു തകർക്കുന്ന ചില പീഠങ്ങളെ അവിടുന്ന് മരിച്ചു കളയുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന ദൈവസങ്ങളാകട്ടെ. ഞങ്ങളുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ക്രിസ്തുയേശുവിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളയപ്പെട്ടവരായി കർത്താവേ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാൻ, ഹല്ലേലൂയ, അങ്ങയുടെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വൃത്തിനെ അങ്ങ് കരങ്ങളിലെടുത്തല്ലോ. നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബമായി സമർപ്പിക്കുന്നു കർത്താവേ. ദൈവജനത്തെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി അതിശക്തിയോടെ ഈ നിമിഷങ്ങളിൽ പിന്നെയും വെളിപ്പെടുന്നതിനായി സ്തോത്രം. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഉള്ളത്തിൽ പിന്നെയായി ക്രിയ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കും. താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.